അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം ഐ നോബഡി ഇത് തിയേറ്ററിലോട്ട് എത്തിയാണ്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന ചിത്രത്തിന്റെ അതിശയനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവാതിര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കെട്ടിയോളാണ് എന്റെ മാലാഖ, അവിടെ പിന്നെ മമ്മൂട്ടിയെ നായകനാക്കി എത്തിയ റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇതാ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ E4 എക്സ്പെരിമെന്റിന്റെ ബാലറി സുപ്രിയ മേനനും മുകേഷ് ആർമേത്തയും CB സാരഥിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ടീസറിനും ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വമ്പൻ താരനിരയിൽ തന്നെയാണ് ഐ നോബഡി എന്ന് പറയുന്ന സിനിമ ഒരുങ്ങുന്നത്. ഹക്കീം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാല്, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു തുടങ്ങിയ മലയാളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ കേന്ദ്ര കഥാപാത്രം എടുക്കുന്ന ചിത്രം ഒരു ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹ്യൂസ്റ്റൺ ജോണിന്റെ കഥ പറയുന്ന ചിത്രമാണ്. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും മാറി മാറി ചിന്തിക്കുന്ന റോഷാക്ക് പോലത്തെ ഒരു കഥ തന്നെയാണ് ചിത്രത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളതെന്നും പൃഥ്വിരാജ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുവരുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ചിത്രം മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു ത്രില്ലർ ജേണറിൽ കഥ പറയാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഐ നോബഡി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വിനായക് ബുദ്ധ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം പരാജയത്തിന് ശേഷം എത്തുന്ന പൃഥ്വിരാജ് ചിത്രം ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ആരവർ ഈ ഒരു സിനിമയെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ചിത്രം നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. ഏകദേശം 9 മണിക്ക് തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. ചിത്രത്തിന് 2 മണിക്കൂർ 48 മിനിറ്റുമാണ് ദൈർഘ്യം. അത്യാവശ്യം നല്ലൊരു പ്രീസൈലും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ പൃഥ്വിരാജിന്റെ കരിയറിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ ഐ നോബഡിക്ക് സാധിക്കും. നിലവിൽ തിയേറ്ററുകളൊക്കെ തണുത്ത് മരിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഐ നോബഡി വീണ്ടും തിയേറ്ററുകളിൽ ഒരു ആവേശമായിട്ട് ആളി പടരുമെന്ന് നമുക്ക് കണ്ടുകഴിഞ്ഞറിയാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകൾ അറിയാൻ വേണ്ടി. അപ്പൊ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.